നമസ്കാരം. നമസ്കാരം. അതായത് സി പി എമ്മിനുള്ളിൽ വ്യാപകമായ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ണൂരിൽ ഇത്ര വലിയ ഭൂകമ്പമുണ്ടാക്കുന്ന ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് കരുതിയില്ല. അതും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ സി പി എം നേതാവ് പുറത്തുവിട്ട ഏഷ്യാനെറ്റിനോട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇപ്പോഴത്തെ എം എൽ എ ആയ മധുസൂദനൻ അടക്കം അവിടെ വലിയ തോതിൽ രക്തസാക്ഷികൾക്ക് പിരിച്ച ഫണ്ട് തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്നലെ അവിടെ വ്യാപകമായ രൂപത്തിൽ പ്രതിഷേധം നടന്നു. അവരെയൊക്കെ സി പി എംകാർ അടിച്ചോടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അവർക്കെതിരെ സി പി എംകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായിത്തീരും കണ്ണൂരിൽ ഇത് എത്രമാത്രം മാറ്റം ഉണ്ടാക്കും സി പി എമ്മിൽ? കണ്ണൂർ സി പി എമ്മിലല്ല ഇത് മാറ്റം ഉണ്ടാക്കാൻ പോകും. കണ്ണൂർ എന്ന് പറയുന്നത് ഇവരുടെ തലച്ചോറല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ബാക്കി എല്ലാ സ്വത്തും ഭയങ്കര മാറ്റം വന്നു കഴിഞ്ഞു. അല്ല, കണ്ണൂർ ഓൾറെഡി വന്നു കഴിഞ്ഞു. കണ്ണൂർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും സെന്റർ എന്ന് പറയുന്നത് പയ്യന്നൂരും മട്ടന്നൂരും ധർമ്മടും സ്ഥലങ്ങൾ, തലശ്ശേരിയൊക്കെ ആണല്ലോ. തലശ്ശേരി, കണ്ണൂർ അവർക്ക് ശക്തി ഇല്ലാത്ത സ്ഥലമാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഏരിയ, അർബൻ ഏരിയയിലാണ് യു ഡി എഫ് ആണ് ഇപ്രാവശ്യം വൻഭൂരിപക്ഷം. കോർപ്പറേഷൻ പോലും 36 സീറ്റ് മേടിച്ച് യു ഡി എഫ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഗ്രാമപ്രദേശം പഞ്ചായത്ത് ലെവലിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ഇവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും മുൻകാലങ്ങളിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും, പാർട്ടിക്കകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം റിവോൾട്ട് ഉണ്ടായാലും അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന അണികൾക്കൂടെ വിശ്വാസമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. എ കെ ഗോപാലൻ തൊട്ട് നയനാർ തൊട്ട് EMS ഇവരെല്ലാം ജനങ്ങൾക്ക് പറയാൻ പറ്റും. അഴിക്കോണ്ടാവന്മാരുണ്ടായിരുന്നു അവിടെ. പക്ഷെ മറിച്ച് പിന്നീട് ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഏക വ്യക്തി എം വി രാഘവനാണ്. പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ എം വി രാഘവനെ തകർക്കാനായിട്ട് വേറെ ഒത്തിരി ആൾക്കാർ, അത്യാവശ്യം കുഞ്ഞാലിക്കുട്ടിയുടെ കൂട്ടുകൂടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എം വി രാഘവനെ തകർക്കാനായിട്ട് മസിൽ പവർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയം കൊണ്ടു പാർട്ടിക്കകത്ത്. അത് ആദ്യത്തെ സംഭവമായിരിക്കും. ഇപ്പോൾ കൂത്തുപറമ്പ് വെടിയിപ്പുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാഹചര്യത്തിലാണ്. എം വി രാഘവനെ തടയാൻ ചെല്ലുന്നു, പോലീസ് ഇടപെടുന്നു. ഇപ്പോൾ ഇന്നലെ പോലീസ് ഇടപെട്ടിരുന്നതിൽ രക്തസാക്ഷി എവിടെ നിന്ന് കിട്ടുമായിരുന്നു? സി പി എമ്മിൻ്റെ രക്തസാക്ഷിയെ കിട്ടുമായിരുന്നു. ഇവരിപ്പോൾ രക്തസാക്ഷികൾ ഈ വർഷം പിണറായി വിജയൻ്റെ 2ാം ടേം വന്നേ പിന്നെ, അല്ലെങ്കിൽ 2 വർഷം ടേമായിട്ട് രക്തസാക്ഷികളില്ലാതെ വിഷമിക്കുകയാണ്. ഇവർക്ക് രക്തസാക്ഷികളില്ലാതെ ജീവിക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ എതിരാളിയെ കൊല്ലണം, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇവ ആരെങ്കിലും ബലി കൊടുക്കണം. ആ ബലി കൊടുക്കാനുള്ള ശ്രമമാണ് ഇന്നലെ കണ്ടത്. BJPക്കാരെ ആക്രമിച്ചു, കോൺഗ്രസ്സുകാരെ ആക്രമിച്ചു. അതായത് അദ്ദേഹം ഈ കുഞ്ഞികൃഷ്ണൻ നടത്തിയ ആ ഇതുണ്ടല്ലോ, ബോംബ്, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹാർട്ടിലാണ് വെച്ച് പൊട്ടിച്ചത് എന്നുള്ളതാണ് സത്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഏഷ്യാനെറ്റിൽ വന്ന ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കാം, പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് കേൾക്കാം. 34,500 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ചിലവായി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. ആ ചെക്ക് പരിശോധിച്ചപ്പോൾ 29,500 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്ക് പോയി. 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയി. അത് വിഡ്രോ ചെയ്ത് പോകുന്ന ഒരു നിലയുണ്ടായി. പിന്നെ ഒരു 2 ലക്ഷം രൂപ ചിലവ്, ഒരു ഇനവും പറയാതെ ഒരു 2 ലക്ഷം രൂപ ചിലവ് കാണിച്ചു. ഒരു രക്തസാക്ഷിയുടെ പേരിലാണ്. ആ ചെക്ക് പരിശോധിച്ചപ്പോൾ അത് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി വിഡ്രോ ചെയ്ത് പോവുകയാണ് ചെയ്തത്. സഹകരണ ജീവനക്കാർ 1 മാസത്തെ വേതനം ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരുന്നു. അത് 70 ലക്ഷം രൂപ വരും. അത് വരവിലേ ഇല്ല. കേട്ടല്ലോ. അതായത് വളരെ കൃത്യമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ MLA അടക്കമുള്ള ആളുകളാണ് ഇത് വലിയ തോതിലുള്ള ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം പയ്യന്നൂരാണ്. അതിൽ കരുവള്ളൂരും അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങൾ, മുമ്പ് വിപ്ലവം നടന്ന ഗ്രാമങ്ങളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അതേപോലെ മൊറാഴ സംഭവം തുടങ്ങി ഒത്തിരി സംഭവങ്ങൾ, പാർട്ടിയെ അടിത്തറ പാകിയിട്ടുള്ള സംഭവങ്ങൾ ഏറ്റവും നടന്നിട്ടുള്ള സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. പുന്നപ്ര വയലാർ കഴിഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സംഭവമായിരിക്കുന്ന ആ ഭാഗത്ത്. പുന്നപ്ര വയലാറൊക്കെ തകർന്ന് തരിപ്പണമായി ആ ഏരിയയിൽ നിന്ന് CPM വലിയ പിൻബലമില്ലാതെ പോയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അന്നു മുതൽ ഇന്ന് വരെ പാർട്ടി ഗ്രാമങ്ങളാണ്. ആ പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ സംഭവം ചെറുതായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം കേരളത്തിൽ എവിടെ തകർന്നാലും ഇവിടെ തകരില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം പറയുന്നത്. ഇതുവരെയുള്ള പയ്യന്നൂരിലെ ഇലക്ഷനിലൊക്കെ തന്നെ പാർട്ടി എല്ലാ കാലത്തും വൻ ഭൂരിപക്ഷത്തിന്, കഴിഞ്ഞ വർഷം 49,000 വോട്ടിന്റെ പിണറായി വിജയനാണ് അടുത്തത് ശൈലജ ടീച്ചറാണ് മട്ടന്നൂർ. ഈ 3 സ്ഥലങ്ങളിലുള്ള
വിജയം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിജയം. 4ാം സ്ഥാനം പിന്നെ ഇവിടെ തലശ്ശേരി 40,000 വോട്ടുണ്ട്. രാധാകൃഷ്ണനുണ്ട്. ആ അല്ല ഇവിടുത്തെ ഈ കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഈ 40,000 വോട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇലക്ഷനിൽ അടക്കം വിജയിച്ചുള്ള സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. അല്ല, കണ്ണൂർ മിക്കവാറും കണ്ണൂർ ടൗൺ ഒഴിച്ച് ബാക്കി പേരാവൂര കുടിയേറ്റ മേഖലയും കഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നോമിനേഷൻ കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ മറിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എം വി രാഘവൻ്റെ റിവോൾട്ടാണ് പ്രധാനപ്പെട്ട റിവോൾട്ട്. നമ്മൾ CPM-നുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന TP ചന്ദ്രശേഖരൻ്റെ. എം വി രാഘവൻ്റെ റിവോൾട്ടിൻ്റെ പ്രത്യേകത സംസ്ഥാന വ്യാപകമായി പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് CP ജോണും അങ്ങനെയുള്ളവരുൾപ്പെട്ട ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് എം വി രാഘവൻ റിവോൾട്ടിന് പോയത്. അപ്പോൾ എം വി രാഘവൻ റിവോൾട്ടിന് പോയി വിവരമുയർത്തിയൊരു വലിയ മുദ്രാവാക്യമുണ്ട്: സ്വർണം കായ്ക്കും മരമാണെങ്കിലും പെരയ്ക്ക് മുകളിൽ വളർന്നാൽ വെട്ടി നിരത്തും കട്ടായം. അതായത് എം വി രാഘവൻ പാർട്ടിയേക്കാൾ വളർന്നു കഴിഞ്ഞാൽ എം വി രാഘവനെ ഇല്ലാതാക്കും. അത് തന്നെ TP ചന്ദ്രശേഖരനായിട്ട് കാണിച്ചു. ഇങ്ങേര് പക്ഷേ ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും വൃത്തികെട്ട ന്യായീകരണം പറയുന്നത് വെച്ചാൽ MV ജയരാജൻ പറഞ്ഞ ഒരു ന്യായീകരണമുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കാം. അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. നേരത്തെ ഇക്കാര്യം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നപ്പോൾ പാർട്ടി സമഗ്രമായി അന്വേഷണം നടത്തുകയും 2 കമ്മീഷനുകൾ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പാർട്ടി കണ്ടെത്തിയ കാര്യം ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല. കേട്ടല്ലോ. MV ജയരാജൻ്റെ ന്യായീകരണത്തിന് ഊന്നൽ കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് പാർട്ടിക്ക് പൈസയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആർക്കാണെന്ന് അങ്ങനെ പറയുന്നില്ല. വളരെ കൗശലത്തോടുള്ള മറുപടി, എങ്ങും തൊടാത്തൊരു മറുപടി അങ്ങ് അവസാനിപ്പിച്ചിരിക്കുക. അപ്പോൾ പൈസ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരത്തെക്കുറിച്ചല്ല അങ്ങനെ പറയുന്നത്. പാർട്ടിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് നഷ്ടപ്പെടണമെങ്കിൽ പാർട്ടിയുടെ കയ്യിലേക്ക് പൈസ വന്നെങ്കിലല്ലേ നഷ്ടപ്പെടുള്ളൂ. വരേണ്ട ആ വ്യക്തികളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചാൽ പാർട്ടിക്ക് പൈസ പോകുന്നുണ്ടോ? പാർട്ടിയുടെ കണക്കിൽ പൈസ വരുമാനം വന്നിട്ടില്ല. അതായത് കൃത്യമായ കണക്ക് സേതാ പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് തന്നെ പിരിച്ച 1 കോടിയിലധികം രൂപ ഇവിടുത്തെ വരുമാനത്തിലില്ല, വരവ് കാണിച്ചിട്ടില്ല. അത് ബാലകൃഷ്ണൻ പറയുമ്പോൾ അതിനെയല്ല പറഞ്ഞത്. പാർട്ടിക്ക് പോയിട്ടില്ല പൈസ. പാർട്ടിക്ക് പൈസ പോകണം, പാർട്ടിയിൽ ഉണ്ടായിരുന്ന പൈസ പോയെങ്കിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇത് കിട്ടുമായിരുന്ന പൈസയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് അവർ പിരിച്ചെടുത്ത രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് തട്ടിയെടുത്തത് ഇവിടെ ഒരു ചെറിയ ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായ രൂപത്തിൽ പിണറായി വിജയൻ കോടാനുകോടി ഉണ്ടാക്കുമ്പോൾ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ കിട്ടാവുന്ന പൈസ അടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഇത് വലിയ തോതിൽ എല്ലാ മേഖലകളിലുമുള്ള സംഭവമാണ്. ഇത് കേരളത്തിൽ പാർട്ടിയുടെ അസ്തിത്വം തകർക്കുന്ന ഒരു പരിപാടിയായിട്ട് കാര്യമായിട്ട് വരാൻ പോവുകയാണ്. ഇന്നലെ അവിടെ പയ്യന്നൂരിലൊക്കെ എത്രയധികം ഏറ്റുമുട്ടൽ, പ്രക്ഷോഭം, പ്രതിഷേധവുമായി ജനങ്ങൾ വരാൻ ചരിത്രത്തിലെ ആദ്യമാണ്. അവിടെ ആരും പുറത്തേ ഇറങ്ങില്ല. ഇതിനു മുമ്പ് പാർട്ടിക്കെതിരായിട്ട് അതുപോലത്തെ പരസ്യ പ്രതിഷേധം ഉണ്ടായത്, അണികളിൽ നിന്നുണ്ടായത്. അച്യുതാനന്ദനെ സീറ്റ് നിശ്ചയിച്ചപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരം കിട്ടും. അതെ, നീലേശ്വരത്താണ്. പക്ഷെ ഇവിടെ പയ്യന്നൂരിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇല അനങ്ങില്ല. ആ സ്ഥലത്താണ് ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായത്. കോൺഗ്രസും BJP അല്ലാതെ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ, പാർട്ടിക്കുള്ളിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് വളർന്ന് തീ കൊളുത്തിയിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അത് ഇനി വലിയ പൊട്ടിത്തെറിയെ മാറും. മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ നശിക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായ സൂചനകൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യപ്പെടാത്ത അപ്രമാദിത്വമുള്ള കൊള്ളക്കാരനായിട്ട് അതിനകത്ത് പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇന്നലെ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ കോൺഗ്രസ്സുകാരെ മാത്രമല്ല തല്ലി, BJPക്കാരും തല്ലി ഉണ്ട്. അപ്പോൾ നാളെ BJP പിണറായി വിജയനും തമ്മിലുള്ള, ബ്രിട്ടാസും പിണറായി വിജയനും BJPയും ചേർന്നുള്ള കച്ചവടത്തിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കണ്ണൂർ വേറെ നേതാക്കന്മാരുണ്ടല്ലോ. ഇവർ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യും. കാരണം BJPക്കാരുടെ തല്ല് കൊടുത്തിരിക്കുന്നത്. നാളെ പിന്നെ അവരോട് പറയാൻ പറ്റുമോ? CPM-ന് പോയി വോട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? അല്ല, CPM-കാരോട് പറയാൻ പറ്റും ഇവന് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ധാരണ പൊളിക്കാനുള്ള ശ്രമം കണ്ണൂർ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നില്ല. എനിക്കൊരു സംശയം. അല്ല, എല്ലാ മേഖലകളിലും അണികൾ അസ്വസ്ഥരാണ്. അതൊരു ഏത് സമയത്ത് വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ്.
കാരണം അവർ ആഗ്രഹിച്ചിരുന്ന പാർട്ടിയല്ല ഇത്. ഇതൊരു ബൂർഷ പാർട്ടിയെക്കാട്ടും കഷ്ടമായിട്ട് ഏകാധിപതിയായ ഒരു ആള് പാർട്ടിയെ കംപ്ലീറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാഫിയ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇതേപോലെ കൊള്ളയും തട്ടിപ്പുമായി നടക്കുകയാണ്. അതാരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അങ്ങനെ ഇതിനൊന്നും പോകാൻ ആരും തയ്യാറാവില്ല. അതുപോലെ കുറേ ഗുണ്ടകളൊന്നും ആക്രമിക്കും. മിണ്ടാതിരിക്കുകയാണ് പറ്റി. ആ മിണ്ടാതിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ തൻ്റെ അടുത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് പൊട്ടിക്കുന്നത്. ഇത് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ് പൊട്ടിച്ച ഇത്ര വില ഉണ്ടായിരുന്നില്ല. ഇത് പരസ്യമായി ധൈര്യപൂർവ്വം പാർട്ടിക്കുള്ളിൽ ഒരാൾ വന്ന് ഇതായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ വരാൻ പോവുകയാണ്. അത് പാർട്ടിയുടെ 140 ജില്ലകളിലും 140 മണ്ഡലങ്ങളിലും അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. ഇവിടെ പാർട്ടിക്ക് വേറൊരു വീക്ക്നെസ്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, ഈ പിണറായി വിജയനും കോടിയേരി ഉൾപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ട് അണികളിൽ നിന്നും ഇഷ്ടംപോലെ രോഷപ്രകടനങ്ങൾ ഉണ്ടാവുകയും പാർട്ടിക്കെതിരായിട്ട് തിരിയുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ആ പാർട്ടിയിൽ നിന്ന് ഈ അണികൾ പോകാതെ പിടിച്ചു നിർത്താൻ അച്യുതാനന്ദൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ അച്യുതാനന്ദനില്ല. ഇന്ന് അണികളെ പിടിച്ചു നിർത്താൻ പറ്റിയൊരു നേതാവ് CPM കൂടി ഉണ്ടോ? എല്ലാം കള്ളന്മാരാണെന്ന് ഓരോ ദിവസം പുറത്തു തന്നെ. MV ഗോവിന്ദനാണെങ്കിൽ അങ്ങേരുടെ ഫണ്ട് പിന്നെ ലണ്ടനിലും കള്ളപ്പണം ഓസ്ട്രേലിയയും കൊണ്ട് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരൻ്റെ കൂടെ പോയി കൊണ്ട് അവിടെ നിക്ഷേപിച്ചു എന്ന് പറയുന്ന വാർത്ത വന്നു. പിണറായി വിജയൻ അമേരിക്കയിലടക്കം നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ MV ഗോവിന്ദന്റെ മകൻ ശ്യാം നിരവധി ഇതേപോലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ EP ജയരാജനാണെങ്കിൽ റിസോർട്ട് അടക്കം പണിഞ്ഞിട്ട് അതിന്റെ പേരിൽ കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരിലാരാണ്? വീണ ജോർജ് അല്ല, വീണ വിജയനും വിവേക് വിജയനുമാണ് മിടുക്കന്മാര്. MV ഗോവിന്ദന്റെ മക്കളുടെ ശ്യാമാണ് മിടുക്കന്മാര്. അല്ല, എല്ലാ മേഖലകളിലും ഈ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി രംഗപ്രവേശിച്ചതോടെ അത് വിളിച്ചു പറയാനായിട്ട് സത്യസന്ധരായ നേതാക്കന്മാർ ഇപ്പം ആയിഷ പോറ്റിയെ പോലെയുള്ള അപ്പൊ കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യാണ്. ഇത് ഒഞ്ചിയത്ത് നടന്ന പോലെയുള്ള ഒരു സംഭവമല്ല നടക്കാൻ പോകുന്നത്. വ്യാപകമായ രൂപത്തിൽ കേരളത്തിൽ CPM പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. ആ പ്രസ്ഥാനം തകർന്നില്ലാതാവാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പയ്യന്നൂർ കാണുന്നത് എന്ന് പറയാൻ പറ്റും. ആ പൊട്ടിത്തെറി ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നു ഇപ്പോൾ പറയാറായിട്ടില്ല. ഇനി ഇത് കൂടാൻ പോകുന്നത് ഇപ്പോൾ P ശശിയുടെ സ്ഥാനാർത്ഥിയാകും കണ്ണൂരിന് സ്ഥാനാർത്ഥി പട്ടികയും കൂടെ കേട്ട് കഴിയുമ്പോഴാണ് എന്തുമാത്രം പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്ന അറിയാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുള്ള പാർട്ടി പ്രവർത്തകരെ നേതാക്കളെ ഇല്ലാതാക്കിയിട്ട് പകരം വരാൻ പോകുന്ന P ശശിയും ബ്രിട്ടാസും ഒക്കെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള റൂമർ ശക്തമായിട്ടുണ്ട്. അല്ല, ഇതോടുകൂടി പാർട്ടി പൂർണ്ണമായി നശിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇല്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി CPM തീരും എന്നാണ്. അണികൾ തന്നെ നേതാക്കന്മാർ അടിച്ചോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. അല്ല, അവിടെ രാജീവ് ചന്ദ്രശേഖർ AKG സെന്റർ പൂട്ടി താക്കോലും കൊണ്ട് പിണറായി വിജയൻ ചെല്ലുന്നു നോക്കിയിരിക്കുക എന്നത് ഈ മാത്രം നോക്കിയാൽ അല്ല, അത് ചിലപ്പം കേന്ദ്രമന്ത്രി പറയുന്ന മാതിരി BJP ചേർന്നോ എന്ന് പറയുന്ന കാര്യം അതാണ് ഇപ്പം പിണറായിക്ക് സുരക്ഷിതം. കാരണം ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണ്ടേ? എത്ര കേസുകളുണ്ട്, എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരും? അതിനെക്കാളും നല്ല BJP ചേർന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. പിണറായി വിജയൻ അത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അല്ലെന്നേ, വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമല്ലോ ഇന്ത്യയുടെ. അത് കിട്ടണോ മോശമാണോ? ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഒരാൾക്ക് കിട്ടുക. സോമനാഥ് ചാറ്റർജി പോയില്ലേ, സ്പീക്കറായില്ലേ, എവിടെയെല്ലാം പോയി. പിണറായി വിജയന് പോകുന്നതന്നെ കുഴപ്പമെന്താ? വേണമെങ്കിൽ ആ വഴിയിലും ആലോചിക്കും. അങ്ങനെയും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ മാം.